ഞാൻ ഇന്നൊരു രഹസ്യം പറയാം. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് വരെ ആരോടും പങ്കിടാത്തൊരു രഹസ്യം. ഞാനിത് നിങ്ങളോട് പറയാനൊരു കാരണമുണ്ട്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. കാരണം യു ആർ സ്പെഷ്യൽ, യു ആർ യുണീക്ക്. മറ്റാർക്കും ഇല്ലാത്ത എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ. ഹോമർ എന്ന ഗ്രീക്ക് കവിയുടെ 2 ഇതിഹാസങ്ങളുണ്ട്, ഇലിയഡും ഒഡീസിയസും. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അതിൽ ഒഡീസിയസിൻ്റെ പ്രമേയം, ട്രോയിൽ നടന്ന ഘോരയുദ്ധം കഴിഞ്ഞ് ഒഡീസിയസും കൂട്ടരും വിജയശ്രീലാളിതരായി തങ്ങളുടെ നാടായ ഇത്താക്കയിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ അതിനു മുന്നേ തന്നെ അത്യാവശ്യത്തിന് ദൈവങ്ങളെയൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞിരുന്നു. അതിൻ്റെ തിക്തഫലം ഇനി അനുഭവിച്ചേ പറ്റൂ. അപ്പം നാടെത്താതെ, എത്തിപ്പെടാനാവാതെ ഏതാണ്ട് 10 കൊല്ലത്തോളമാണ് അവരിങ്ങനെ കടലിലൂടെ അലഞ്ഞു നടക്കുന്നത്, ഒഡീസിയസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നാവികരും. അതിനിടയ്ക്ക് അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ സൈറണുകളുടെ ദ്വീപ്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത, അവിടെ ഈ സൈറൻസ് ഉണ്ട്. സൈറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി സ്ത്രീയും പാതി പക്ഷിയുമായ സത്വങ്ങളാണ് അവർ. അപ്പം ആ ദ്വീപിൻ്റെ പരിസരത്തെത്തുമ്പോഴേ ആ ദ്വീപിൽ നിന്ന് വളരെ ആകർഷണീയമായ സംഗീതമുയരും, മനം മയക്കുന്ന സംഗീതമുയരും. കൗതുകം കൊണ്ട് ആ കപ്പൽ ഈ ദ്വീപിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലോ പിറ്റേ ദിവസം ശവം പൊങ്ങും. അതാണ് അവസ്ഥ. അപ്പം ഇതൊരു വലിയൊരു വെല്ലുവിളിയാണ്. മാർഗരറ്റ് ആറ്റ്വുഡ് എന്ന കനേഡിയൻ കവി ഈ സൈറണുകളുടെയും ആ സംഗീതത്തെയും ആ ഗീതത്തെയും നമ്മുടെ കാലഘട്ടത്തിലേക്ക് പറിച്ചു നടുകയാണ്. ആ ഗീതം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് കവിയെപ്പറ്റി കൂടുതൽ അറിയാം. മാർഗരറ്റ് ആറ്റ്വുഡ്. Margaret Atwood is a Canadian novelist, poet, literary critic, and inventor. Since 1961, she has published 18 books of poetry, 18 novels, 11 books of non-fiction, 9 collections of short fiction, 8 children books, 2 graphic novels, and a number of small press editions of both poetry and fiction. ഇതൊരു റൈറ്ററാണവർ. അവരുടെ ആരാധകർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, വർഷങ്ങളായി കാത്തിരിക്കുകയാണ് അവർക്ക് നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആ സുദിനത്തിനായി. അത്രയും പ്രശസ്തിയാർജിച്ച എഴുത്തുകാരിയാണ് മാർഗരറ്റ് ആറ്റ്വുഡ്. കവിതയിലേക്ക്. This is the song everyone would like to learn. The song that is irresistible. The song that forces men to leap overboard in squadrons, even though they see the beached skulls. The song nobody knows, because anyone who has heard it is dead, and the others can't remember. There is so much hype about the song of the sirens at the beginning of the poem. നമുക്ക് ചെറുത്തു നിൽക്കാനാവാത്ത അത്യധികം ആകർഷണീയമായ ഗാനം കേട്ട് ആണുങ്ങൾ കൂട്ടം കൂട്ടമായി അവരുടെ കപ്പലുകളിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടുമെന്നാണ് കവി പറയുന്നത്. ആ ദ്വീപിലേക്ക് നീന്തിയെത്താൻ വേണ്ടി അവിടെ ആ തീരത്ത് അവർക്ക് കാണാം തലയോട്ടികൾ കിടക്കുന്നത്, ഇതുപോലെ എടുത്ത് ചാടിയവരുടെ ശരീരാവശിഷ്ടങ്ങൾ കിടക്കുന്നത്. പക്ഷേ അതൊന്നും അവരെ പിന്തിരിപ്പിക്കില്ല. They know what they do is stupid and suicidal. എനിക്ക് കുട്ടിക്കാലത്ത് വായിച്ച ഈ ലെമിങ്സ് എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. അവ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ലെജസിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും, വിതൗട്ട് എ റീസൺ. അതുപോലെ എനിക്ക് തോന്നുന്നു. ആൻഡ് ദ പോയറ്റ് സേസ് ദാറ്റ് ആ ഗാനം കേട്ടവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിപ്പുള്ളവരോ അവർക്കൊന്നും ഓർമ്മയുമില്ല. ദിസ് ആക്ച്വലി ബ്രിങ്സ് ടു മൈ മൈൻഡ് so many things in our modern world. Social media, drugs, even wrong marriages and toxic relationships, that some of us rush towards them blindly because they find it very irresistible. They find them irresistible. ചുറ്റും
കബന്ധങ്ങളും അതുപോലെ തലയോട്ടികളും ഒക്കെ കിടക്കുന്നത് അവർ കണ്ടാൽ പോലും ദാറ്റ് ദേ നോ ദാറ്റ് ദർ ആർ ഓൺലി ഫ്യൂ സർവൈവേഴ്സ്. പക്ഷേ ഈ കാഴ്ചകളൊന്നും അവരെ പിന്തിരിപ്പിക്കില്ല. അവർ ഒന്നും നോക്കാതെ കടലിലേക്ക് എടുത്ത് ചാടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് എടുത്ത് ചാടും. ഈ കവിതയിൽ നാവികരെ പോലെ. Shall I tell you the secret? And if I do, will you get me out of this bird suit? I don't enjoy it here, squatting on this island, looking picturesque and mythical with these two feathery maniacs. I don't enjoy singing this trio, fatal and valuable. രസകരമായ കാര്യം എന്താണെന്നറിയോ? ഈ കവിത സൈറണുകളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ്. അതെ, ആ ദ്വീപിൽ തൻ്റെ ഇരകൾക്കായി പതിയിരിക്കുന്ന ഒരു സൈറനാണ് കവിതയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അവൾ ചോദിക്കുകയാണ്, ഒരു രഹസ്യം ഞാൻ പറയട്ടെ, എന്നെ രക്ഷിക്കുമോ? എന്നെ ഈ പക്ഷിക്കുപ്പായത്തിൽ നിന്ന് മോചിപ്പിക്കുമോ? വി നോ ദാറ്റ് എ സൈറൻ ഇസ് ഹാഫ് വുമൻ ഹാഫ് ബേർഡ്. ആ ഡെസ്റ്റിനിയിൽ നിന്ന് അവളെ രക്ഷിക്കുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അബലയായ ഒരു സ്ത്രീ തന്നെ രക്ഷിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിൽ ആ കുലപുരുഷൻ അല്ലെങ്കിൽ പുരുഷ കേസരി സടകുടഞ്ഞെണീക്കും, അല്ലേ? അവൾ പറയുകയാണ്, എൻ്റെ ഈ ഭ്രാന്തികളായ കൂട്ടുകാരികൾ, അവളുടെ സൈറൻ ഫ്രണ്ട്സിനെ ആയിരിക്കും പറയുന്നത്, അവരുമായിട്ടുള്ള ജീവിതം ഞാൻ മടുത്തു കഴിഞ്ഞു. ഈ ട്രയോ, ഈ ഒരുമിച്ചുള്ള ഈ പാട്ടും ഞാൻ വെറുത്തു കഴിഞ്ഞു. Looking at this scenario from a feminist angle, we realize that the siren is actually playing her role as a damsel in distress. Get me out of this island. I don't enjoy my life here. എന്തിനാ? ടു ട്രിഗർ മെയിൽ ഷിവൽറി. നമ്മുടെയൊക്കെ ഉള്ളിൽ ആണിനെ ഉണർത്താൻ വേണ്ടി. എൻ്റെ പൊന്നോ, എപ്പം കപ്പലിൽ നിന്നെടുത്ത് കടലിൽ ചാടിയെന്ന് ചോദിച്ചാൽ മതി, ഇല്ലേ? Without ever thinking that she is subtly weaponizing that stereotypical feminine vulnerability. നമ്മൾ ചാടും. സൈറൻ്റെ കളി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. I'll tell the secret to you, only to you. Come closer. This song is a cry for help. Help me. Only you can. You are unique at last. Alas, it is a boring song, but it works every time. ഞാനൊരു രഹസ്യം പറയട്ടെ, നിന്നോട് മാത്രമേ ഞാനിത് പറയൂ. പ്ലീസ് ഹെൽപ്പ് മീ. എന്നെ രക്ഷിക്കൂ. നിനക്ക് മാത്രമേ അത് സാധിക്കൂ. ബിക്കോസ് യു ആർ സ്പെഷ്യൽ, യു ആർ യുണീക്ക്, ഡിഫറെൻറ്റ്. Look at the way the siren constructs the listener as a special rescuer, different from all other men. വേറൊരാണിലും കാണാത്ത എന്തോ ഒന്ന് നിനക്കുണ്ട്. അതാണ് ട്രിഗർ ചെയ്യുന്നത്, നമ്മുടെയൊക്കെ ഈഗോയെ സുഖിപ്പിക്കുന്ന വാചകം. അത് കേട്ട് കാലില്ലെങ്കിലും കാല് കടം വാങ്ങിച്ച് നമ്മൾ കപ്പലിൽ നിന്ന് ചാടും അവളെ രക്ഷിക്കാൻ. പിന്നെ വരുന്നതാണ് കവിതയുടെ അവസാന വരി. അത് വായിക്കുമ്പോൾ ചിലപ്പോൾ നട്ടലിലൂടെ തണുപ്പരിച്ചിറങ്ങുന്നത് പോലെ തോന്നും. അവൾ പറയുകയാണ് വളരെ കോൾഡായിട്ടുള്ള ടോണിൽ, അലാസ് ഇറ്റ്സ് എ ബോറിംഗ് സോങ്, ബട്ട് ഇറ്റ് വർക്ക്സ് എവറി ടൈം. ഇത് വായിക്കുമ്പോൾ അവളുടെ സങ്കടം കേട്ട് ദ്വീപിലേക്ക് നീന്തിയെത്തിയ ആ ആണിൻ്റെ എല്ലുറിഞ്ചിക്കൊണ്ട് അവൾ പറയുന്നത് പോലെ തോന്നും. Alas, it's a boring song, but it works every time. എൻ്റെ പാട്ട് പരമബോറാണ്, പക്ഷെ കാര്യം നടക്കും. The poem not only exposes the mechanics of seduction, but this is also the way advertisements work. Political rhetoric works, അല്ലേ? They tell us that you're special, you're different. Only you can make a change in this world. അതിൽ നമ്മൾ വീണുപോകും. And this poem also, we can see the banality of evil in this poem.
Evil is not always grand and operatic. It can be an act repeated by people who are themselves bored, trapped, and even half cynical. This is the song everyone would like to learn, the song that is irresistible, the song that forces men to leap overboard in squadrons, even though they see the beached skulls. The song nobody knows because anyone who has heard it is dead and the others can't remember. Shall I tell you the secret? And if I do, will you get me out of this birdsuit? I don't enjoy it here, squatting on this island looking picturesque and mythical with these two feathery maniacs. I don't enjoy singing this trio, fatal and valuable. I'll tell the secret to you, only to you. Come closer. This song is a cry for help. Help me. Only you can. You are unique at last. Alas, it is a boring song, but it works every time.